വചനമൊഴി ജൂൺ 19. വചനഭാഗം 1 കോറിന്തോസ് 11:23-30. യോഹന്നാന്റെ സുവിശേഷം 6:51-59. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാകുന്നു. അപ്പോൾ ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. ഭക്ഷിക്കാൻ നമുക്ക് തന്റെ ശരീരം നൽകാൻ ഇവന് എങ്ങനെ കഴിയും എന്നവർ ചോദിച്ചു. ഈശോ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളിൽ ജീവനുണ്ടായിരിക്കുകയില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാകുന്നു, എന്റെ രക്തം യഥാർത്ഥ പാനീയവും. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാകുന്നു. പിതാക്കന്മാർ മന്ന ഭക്ഷിക്കുകയും മരിക്കുകയും ചെയ്തതുപോലെയല്ല. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. കഫർനഹൂമിലെ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഇത് പറഞ്ഞത്. ഈശോയിൽ സ്നേഹമുള്ളവരെ, സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമായ ഈശോ നമ്മോട് തന്നെക്കുറിച്ച് തന്നെ സംസാരിക്കുന്ന കാര്യങ്ങളാണ് സുവിശേഷത്തിൽ നിന്ന് നാം ഇന്ന് ശ്രവിക്കുന്നത്. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മനുഷ്യ ശരീരം സ്വീകരിച്ച് ഈശോ മിശിഹ ആയി നമ്മുടെ ഇടയിൽ ജീവിച്ചു. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി നമ്മുടെ കൂടെയായിരുന്നു. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്ന അവിടുന്ന് മനുഷ്യന് അപ്പമായി മാറിക്കൊണ്ട് ജീവിക്കുന്ന അപ്പമായി പരിശുദ്ധ കുർബാനയായി മാറി മനുഷ്യരെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് യോഗ്യമാക്കുന്നതിന് ജീവന്റെ അപ്പമായി മാറി. ജീവന്റെ അപ്പമായ പരിശുദ്ധ കുർബാനയായ അവിടുന്ന് മനുഷ്യനിൽ വസിക്കുവാനും മനുഷ്യകുലത്തോടൊപ്പം ആയിരിക്കുവാനും മനുഷ്യകുലത്തോടൊപ്പം നിരന്തരം ആയിരിക്കുവാനും ആഗ്രഹിക്കുന്നു. അവിടുന്ന് ഇന്ന് മനുഷ്യകുലത്തോടുകൂടി ആയിരിക്കുന്നത് പരിശുദ്ധ കുദാശയിലൂടെയാണ്, സഭയിലൂടെയാണ്, കൂട്ടായ്മയിലൂടെയാണ്. 2-3 പേർ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. സഭ കർത്താവിന്റെ ശരീരമാണ്. സഭയിലൂടെ കർത്താവിനെയാണ്, സഭ കർത്താവിന്റെ ശരീരമാണ്. സഭയിലൂടെ കർത്താവിനെയാണ് ദർശിക്കുന്നത്. സഭയുടെ കൂട്ടായ്മയിൽ അവിടുന്ന് വസിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്ന വചനമായി നമ്മുടെ കൂടെയുണ്ട്. അതേസമയം ദൃശ്യമായ വിധത്തിൽ പരിശുദ്ധ കുർബാനയായി നമ്മോടൊത്തു വസിക്കുന്നു. അവിടുത്തെ ആലയമാക്കി മാറ്റുകയാണ്. കർത്താവിന്റെ ആലയം എന്ന നിലയിൽ നാം വിശുദ്ധമായിരിക്കണം. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം തങ്ങളുടെ ഇടയിൽ ദൈവമായ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് ഇസ്രായേൽ ജനത മനസ്സിലാക്കി, ദൈവമായ കർത്താവിന്റെ സാന്നിധ്യം, പരിശുദ്ധനായവന്റെ സാന്നിധ്യം തങ്ങളുടെ ഇടയിലുള്ളതുകൊണ്ട് തങ്ങൾ പരിശുദ്ധിയുള്ളവരായിരിക്കണം, വിശുദ്ധിയുള്ളവരായിരിക്കണം. അന്ന് ദൈവമായ കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ അടയാളമായി നിയമങ്ങൾ എഴുതപ്പെട്ടിരുന്ന കൽഫലകങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നെങ്കിൽ, ഇന്ന് ദൈവമായ കർത്താവ് അപ്പത്തിന്റെ രൂപത്തിൽ നമ്മുടെ കൂടെയായിരിക്കുക. ജീവിക്കുന്ന ദൈവം പരിശുദ്ധ കുർബാനയായി നമ്മിൽ വസിക്കുക. ദൈവത്തിന്റെ ആലയമാകുന്ന നമ്മുടെ ശരീരത്തെ വിശുദ്ധമായി നിർമ്മലമായി കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് കടമയുണ്ട്. കാരണം ദൈവം വസിക്കുന്ന ആലയമാണ് നമ്മുടെ ശരീരം. നമ്മുടെ ആത്മാവിന്റെ നിത്യജീവന് വേണ്ടി, നിത്യമായി നാം ജീവിക്കുന്നതിന് വേണ്ടി ദൃശ്യമായ രൂപത്തിൽ കർത്താവ് നമ്മുടെ ശരീരത്തിൽ വന്നു വസിച്ച് നമ്മെ അവിടുത്തെ ആലയമാക്കുന്നു. കർത്താവിന്റെ ആലയമായിരിക്കുവാൻ വേണ്ട വിശുദ്ധിയും വിശ്വസ്തതയും
കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.